ഹലോ, അപ്പൊ ഇന്ന് ഡേ 14 ആണ്, രണ്ടാഴ്ച. അപ്പോൾ ഈ ഒരു വീക്കിലൊരു അരക്കിലോയുടെ ഒരു ഡിഫറൻസാണ് വന്നിരിക്കുന്നത്. 46.3 സംതിങ് ആയിട്ടുണ്ട്. ഓൾസോ ഞാൻ വീട്ടിൽ നോക്കുന്ന മിഷനിലും ജിമ്മിൽ നോക്കുമ്പോഴും ചെറിയൊരു വേരിയേഷൻ ഉണ്ട് കേട്ടോ, ചെറുതായിട്ട്. അപ്പൊ നിങ്ങൾ ഏറ്റവും രാവിലെ എണിച്ചിട്ട് വെറും വയറ്റിൽ ഒന്നും കഴിക്കാതെ വെയിറ്റ് നോക്കുക. അതാണ് നിങ്ങളുടെ ആക്ച്വൽ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഞാനൊരു ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് നോക്കിയത്. ഞാൻ രാവിലെ നോക്കിയത് എടുക്കാൻ വിട്ടുപോയി. രാവിലെ നോക്കിയപ്പോഴായിക്കോട്ടെ എനിക്ക് 46.2 ഒക്കെയാണ് കാണിച്ചത്. ഇപ്പോൾ 46.3 ആണ് കാണിക്കുന്നത്. വെളിയിലാണെങ്കിൽ നല്ല മഴ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ജിമ്മിൽ പോകണ്ട, ഇന്ന് വീട്ടിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ള കാര്യം. അപ്പൊ ഇന്ന് നമ്മള് ആപ്സിന് കണ്ട് വർക്ക്ഔട്ട് ചെയ്യും ഇറങ്ങി തന്നെ കാണിച്ചിട്ടുണ്ട്. വയറ് മാത്രമായിട്ട് ചാടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ഡെയിലി ഒരു 1-2 വർക്ക്ഔട്ടെങ്കിലും ആപ്സിന്റെ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാന്നുള്ള കാര്യം. പിന്നെ നമ്മൾ പുഷപ്പ് ചെയ്യും, അതായത് സ്ക്വാട്ട്സ് ചെയ്യും, പിന്നെ കുറച്ച് സ്ട്രെച്ച് ചെയ്യും. ഇതാണ് ഇന്നത്തെ നമ്മുടെ വർക്ക്ഔട്ട്. ഓൾസോ ഇന്ന് 14th ഡേ ആണ്, അതായത് രണ്ടാമത്തെ ആഴ്ചയാണ്. എന്റെ വെയിറ്റ് ഏകദേശം 46 പോയിന്റ് സംതിങ് ആണ് വന്നിരിക്കുന്നത്. അതായത് ആദ്യത്തെ ആഴ്ചയിലെ വെയിറ്റിനേക്കാളും വലിയൊരു ഇൻക്രീസ് ഒന്നും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിന് കാരണം നമ്മൾ ഈ ഒരു ആഴ്ചയിൽ അത്യാവശ്യം ആപ്സിൽ വർക്ക്ഔട്ട് ചെയ്തത്. ആപ്സിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അവിടെ ഫാറ്റ് കുറച്ച് കമ്മി ആവുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതൊരു കാരണമായിരിക്കാം. രണ്ടാമത്തെ ഞാൻ ചെയ്യുന്ന വർക്ക്ഔട്ടിനനുസരിച്ചുള്ള ഫുഡ് ആദ്യത്തെ ആഴ്ച അത്രയും ലെവലൊരു ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നെക്സ്റ്റ് വീക്ക് നമുക്ക് അതൊക്കെ ഒന്ന് എന്താ പറയാ ബാലൻസ് ചെയ്ത് പോകണം. അതായത് ഇനി അങ്ങോട്ടുള്ള ഈ ഒരു വീക്ക് പഴവും മുട്ടയും പിന്നെ എത്രയാണ് കഴിക്കലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം മിനിമം ഒരു 3 മുട്ടെങ്കിലും കഴിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ 1-2 പഴം ഡിപ്പെൻസ് ആണ് നെയ്യിലിട്ടാക്കി കഴിക്കുന്നത്. പിന്നെ സ്മൂത്തിക്കകത്തും പഴം ആഡ് ആവുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്കുള്ള ഒരു ഫ്യൂ ഡേയ്സിൽ എന്തായാലും ഞാൻ കഴിക്കുന്ന റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം. ഓൾസോ ലെങ്ത് കൂടി കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്തിടാനായിട്ട് ട്രൈ ചെയ്യാം.